നാളെ നമുക്ക് SS-ൻ്റെ എക്സാം നടക്കുകയാണ്. പ്രധാനപ്പെട്ട ഏരിയ മാത്രം നമുക്കൊന്ന് കവർ ചെയ്യാം. ഫസ്റ്റ് ചാപ്റ്ററിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ദ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുമ്പോൾ വടക്കേ അമേരിക്കയിലേക്ക് കുടിയേറിയ ഇംഗ്ലീഷുകാർ അമേരിക്കയിലെ 13 കോളനികളെ തങ്ങളുടെ വ്യവസായങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കളെ ശേഖരിക്കാനുള്ള ഒരു കേന്ദ്രമായിട്ടും അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാനുള്ള ഒരു കമ്പോളമായിട്ടും കണക്കാക്കിക്കൊണ്ട് ആ പ്രദേശത്തെ ചൂഷണം ചെയ്തതാണ്. അതിനെതിരെയുള്ള ആ പ്രദേശത്തെ ചൂഷണം ചെയ്തതിനെതിരെയുള്ള സമരമാണ്. ദ ബ്രിട്ടീഷ് റിലേറ്റഡ് the American colonies as a center for collecting raw materials for their industry and as market for selling their products. അതായത് അവരുടെ ഉൽപ്പന്നങ്ങളെ വിൽക്കാനുള്ള ഒരു കമ്പോളമായിട്ടും അവർക്ക് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കളെ ശേഖരിക്കാനുള്ള ഒരു ഉറവിടമായിട്ടുമാണ് ആ ഒരു പ്രദേശത്തെ കണ്ടിട്ടുണ്ടായിരുന്നത് ബ്രിട്ടീഷുകാർ. അപ്പോൾ ഇതിനെതിരെ നടന്ന ഒരു സമരമായിരുന്നു അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. അപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ നോക്കുമ്പോൾ പ്രധാനമായിട്ടും ടാക്സ് പോളിസീസ് ഓഫ് ഇംഗ്ലണ്ട്, മെർക്കന്റൈലിസ്റ്റ് ലോസ്, തിങ്കേഴ്സ് ആൻഡ് ദർ ഐഡിയോളജീസ്. അതായത് ഇംഗ്ലീഷുകാരുടെ തെറ്റായ നികുതി നയം, മെർക്കന്റൈലിസ്റ്റ് നിയമങ്ങൾ, ചിന്തകന്മാരുടെ ആശയങ്ങൾ, വിവിധ ചിന്തകന്മാർ വിവിധ ആശയങ്ങൾ മുന്നോട്ട് വെച്ചത് ജനങ്ങളിലെ മാറ്റങ്ങളുണ്ടാക്കി. ടാക്സ് പോളിസീസ് ഓഫ് ഇംഗ്ലണ്ട് എന്തൊക്കെയാണ് വരികയിൽ? ദ ബ്രിട്ടീഷ് കളക്ട് ടാക്സ് ഫ്രം 13 കോളനീസ് അക്കോർഡിംഗ് ടു ദർ നീഡ്സ്. അതായത് അവർക്ക് തോന്നിയ രീതിയിൽ അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അവർ നികുതി 13 കോളനികളിൽ നിന്നും പിരിച്ചെടുത്തു. ബട്ട് ദ കോളനീസ് ഹാഡ് നോ റെപ്രസെൻറ്റേഷൻ ഇൻ ഗവൺമെൻറ്. എന്നാൽ അവർക്ക് എന്തുണ്ടായിരുന്നില്ല? ഗവൺമെൻറ്റിൽ ഒരു തരത്തിലുള്ള പങ്കാളിത്തവും കോളനി നിവാസികൾക്ക് ഉണ്ടായിരുന്നില്ല. നോ ടാക്സേഷൻ വിതൗട്ട് റെപ്രസെൻറ്റേഷൻ. ദിസ് സ്ലോഗൻ വാസ് റൈസ്ഡ് ബൈ ദ പീപ്പിൾ ഓഫ് അമേരിക്ക ആസ് എ പാർട്ട് ഓഫ് എ പവർഫുൾ അജിറ്റേഷൻ. അപ്പോൾ ഈ ഒരു സ്ലോഗൻ ആരാണ് രൂപകൽപ്പന ചെയ്തത്? ജെയിംസ് ഓട്ടിസ് ആണ്. വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നോ ടാക്സേഷൻ വിതൗട്ട് റെപ്രസെൻറ്റേഷൻ. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നുള്ള മുദ്രാവാക്യം. ഇത് അമേരിക്കൻ ജനത ഉച്ചത്തിൽ വിളിക്കാൻ തുടങ്ങി. അതായത് അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവർ അലമുറയിടാൻ തുടങ്ങി. ദെൻ മെർക്കന്റൈലിസ്റ്റ് ലോസ്. പോളിസി ഇംപ്ലിമെൻറ്റഡ് ബൈ ദ ബ്രിട്ടീഷ് മെർച്ചൻസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദർ മദർലാൻഡ് ഇൻ ദ അമേരിക്കൻ കോളനീസ് ഈസ് നോൺ ആസ് മെർക്കന്റൈലിസം, അല്ലെങ്കിൽ മെർക്കന്റൈലിസ്റ്റ് ലോസ് എന്ന് പറഞ്ഞാൽ. അതായത് മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ സഹായത്താൽ കച്ചവടക്കാർ അമേരിക്കൻ കോളനികളിൽ നടപ്പിലാക്കിയ കച്ചവട നയങ്ങളെയാണ് എന്ത് പറയുക? മെർക്കന്റൈലിസ്റ്റ് നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ കാണാറുണ്ട്. അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസും അതുപോലെ ചെറിയ ഷോർട്ട് നോട്ട്സ് ആയിട്ട് അല്ലെങ്കിൽ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആയിട്ട് എന്താണ് മെർക്കന്റൈലിസ്റ്റ് നിയമങ്ങൾ എന്നൊക്കെ കാണാറുണ്ട്. എന്താണ് മെർക്കന്റൈലിസ്റ്റ് നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ? The goods to and from the colonies must be carried only in British ships or ships built in the British colonies. കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷ് കപ്പലുകളിലോ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിലോ മാത്രമായിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഫസ്റ്റ് പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ. ദെൻ പ്രോഡക്റ്റ് ഓഫ് ദ കോളനീസ് ലൈക്ക് ഷുഗർ, വൂൾ, കോട്ടൺ, ടൊബാക്കോ എക്സെട്ര കുഡ് ഓൺലി ബി എക്സ്പോർട്ടഡ് ടു ഇംഗ്ലണ്ട്. അതായത് ഇത്തരം ഉൽപ്പന്നങ്ങൾ പഞ്ചസാര, കമ്പിളി, പരുത്തി, പുകയില പോലുള്ള ഉൽപ്പന്നങ്ങൾ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റുമതി ചെയ്യാൻ പാടുള്ളൂ. ബ്രിട്ടീഷ് സ്റ്റാമ്പ് മസ്റ്റ് ബി അഫിക്സഡ് ഓൺ ഓൾ ദ ലീഗൽ ഡോക്യുമെൻറ്റ്സ്, ന്യൂസ് പേപ്പേഴ്സ്, പാംഫ്ലെറ്റ്, ലൈസൻസ് എക്സെട്ര. അതായത് കോളനികളിലെ നിയമപരമായ പ്രമാണങ്ങൾ, വർത്തമാന പത്രങ്ങൾ, ലഘുലേഖകൾ, ലൈസൻസുകൾ ഇവയിലൊക്കെ തന്നെ ഏത് പതിക്കണം? ഇംഗ്ലണ്ടിൻ്റെ സ്റ്റാമ്പ് പതിക്കണമെന്നുള്ള ഒരു വ്യവസ്ഥ വന്നു. ദെൻ കോളനീസ് മസ്റ്റ് പ്രൊവൈഡ് ഫുഡ് ആൻഡ് ക്വാർട്ടേഴ്സ് ഫോർ ബ്രിട്ടീഷ് ട്രൂപ്സ് which were maintained in the colonies. കോളനികളിൽ നിലനിർത്തിയിട്ടുള്ള ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിനുള്ള താമസ സ്ഥലവും അത്യാവശ്യ സൗകര്യങ്ങളും ആര് തന്നെ നൽകണം? കോളനിക്കാർ തന്നെ നൽകണം. ദെൻ ഇമ്പോർട്ട് ടാക്സ് മസ്റ്റ് ബി പെയ്ഡ് ഫോർ ദ ഇമ്പോർട്ട് ഓഫ് ടീ, ഗ്ലാസ്, പേപ്പർ എക്സെട്ര. കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില, ഗ്ലാസ്, കടലാസ് എന്നിവയ്ക്ക് എന്ത് നൽകണം? ഇറക്കുമതി ചുങ്കം നൽകണം. ഇങ്ങനെയുള്ള കടുത്ത കുറേ നിയമങ്ങൾ ആര് കൊണ്ടുവന്നു? ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നു. ഇനി തിങ്കേഴ്സ് ആൻഡ് ദർ ഐഡിയോളജീസ് ആണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് എത്തിച്ചതെന്ന് നോക്കാം. ജെയിംസ് ഓട്ടിസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ. ദെൻ നെക്സ്റ്റ് വരുന്നത് ജോൺ ലോക്ക് ആണ്. എവരി വൺ ഹാസ് സം ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, നോ ഗവൺമെൻറ് ഹാസ് ദ റൈറ്റ് ടു സസ്പെൻഡ് ഇറ്റ്.
ജോൺ ലോക്ക് പറഞ്ഞത് എന്താണ്? മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല. ദെൻ തോമസ് പെയിൻ്റെതാണ്, ദർ ഈസ് സംതിങ് അബ്സേർഡ് ഇൻ സപ്പോസിങ് എ കോണ്ടിനെന്റ് ബി പെർപ്പച്വലി ഗവേൺഡ് ബൈ എ ഫോറിൻ പവർ. അപ്പോൾ ഏതെങ്കിലും ഒരു വിദേശ ശക്തിക്ക്, ഇവിടെ വിദേശ ശക്തി ആരാണ്? ബ്രിട്ടീഷുകാരാണ്. ഈ വൻകരയെ, അതായത് നോർത്ത് അമേരിക്കയെ ദീർഘകാലം കീഴടക്കി ഭരിക്കാൻ കഴിയില്ല, അത് യുക്തിക്ക് നിരക്കുന്ന കാര്യമല്ല എന്ന് ആര് പറഞ്ഞു? തോമസ് പെയിൻ പറഞ്ഞു. അപ്പോൾ ഇത്തരം ചിന്തകൾ അവിടുത്തെ ജനങ്ങളിൽ തങ്ങളുടെ പ്രദേശത്തിന് തങ്ങൾക്ക് അധികാരമുണ്ട് അല്ലെങ്കിൽ അവകാശമുണ്ട് എന്നുള്ള ഒരു ബോധം ഉണ്ടാവാനും അതിനുവേണ്ടി സമരം ചെയ്യാനും അവരെ പ്രേരിപ്പിച്ചു. ഇനി ഇമ്പോർട്ടൻറ്റ് ഇൻസിഡൻസ് ഓഫ് ദ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, അമേരിക്കൻ സ്വാതന്ത്ര്യ സമര സമയത്തുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് പറയുന്നത്. അതായത് സമരത്തിൻ്റെ ഗതി എന്താണെന്നാണ് പറയുന്നത്. അവിടെ ഫസ്റ്റ് വരുന്നത് ബോസ്റ്റൺ ടീ പാർട്ടിയാണ്. ഏത് വർഷമാണ്? 1773 ഡിസംബർ 16 ബോസ്റ്റൺ ടീ പാർട്ടി നടക്കുന്നത്. അതോടുകൂടിയാണ് എന്ത് ചെയ്യുന്നത്? ഇതോടുകൂടിയാണ് വാർ ആരംഭിക്കുന്നത്. The delegates of all the colonies except Georgia met at Philadelphia in 1774 to protect against the policies and rules imposed by England. 1774 ജോർജിയ ഒഴികെയുള്ള കോളനികളുടെ പ്രതിനിധികൾ എവിടെ സമ്മേളിച്ചു? ഫിലാഡൽഫിയയിൽ സമ്മേളിച്ചു. ഇറ്റ് ഈസ് നോൺ ആസ് ദ ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. ഇതിനെയാണ് ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ദ കോളനീസ് സബ്മിറ്റഡ് എ പെറ്റീഷൻ ടു ദ കിങ് ഓഫ് ഇംഗ്ലണ്ട്. കോളനികൾ എന്ത് ചെയ്തു? ഇംഗ്ലണ്ടിലെ രാജാവിന് ഒരു പെറ്റീഷൻ സമർപ്പിച്ചു. ദ ഡിമാൻഡഡ്, അവരെന്താ ആവശ്യപ്പെട്ടത്? ദ റിവോക്കേഷൻ ഓഫ് റെഗുലേഷൻസ് എൻഫോഴ്സ്ഡ് ഓൺ ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ് ആൻഡ് നോട്ട് ടു ഇമ്പോസ് ടാക്സ് വിത്തൗട്ട് ദ അപ്രൂവൽ ഓഫ് ദ പീപ്പിൾ. അവരെന്തു പറഞ്ഞു? അതായത് വ്യവസായങ്ങൾക്കും വ്യാപാരത്തിനും ഏർപ്പെടുത്തിയ എല്ലാ നിയന്ത്രണങ്ങളും എന്ത് ചെയ്യുക? ഒഴിവാക്കുക. തങ്ങളുടെ അംഗീകാരമില്ലാതെ നികുതി ചുമത്താതിരിക്കുക എന്നിവയായിരുന്നു ഇവരുടെ ആവശ്യങ്ങൾ. ദ സെക്കൻഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ഹെൽഡ് അറ്റ് ഫിലാഡൽഫിയ ഇൻ 1775 elected ജോർജ് വാഷിംഗ്ടൺ ആസ് ദ കമാൻഡർ ഇൻ ചീഫ് ഓഫ് കോണ്ടിനെൻ്റൽ ആർമി. 1776 ജൂലൈ 1775 ഫിലാഡൽഫിയ ചേർന്ന രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സിൽ ജോർജ് വാഷിംഗ്ടണിൻ്റെ കോണ്ടിനെൻ്റൽ കോൺഗ്രസിൻ്റെ തലവനായിട്ട് ജോർജ് വാഷിംഗ്ടണിനെ തിരഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ the pamphlet titled Common Sense, Thomas Paine declared that it was the wise for the Americans to break the ties with the Britain. തോമസ് പെയിൻ തൻ്റെ കോമൺ സെൻസ് എന്ന ലഘുലേഖയിലൂടെ അമേരിക്ക ഇംഗ്ലണ്ടിൽ നിന്നും വേർപിരിയുകയാണെന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. ദ അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് issued the famous Declaration of Independence on 4th July 1776. 1776 ജൂലൈ 4 മൂന്നാം അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ലോകപ്രശസ്തമായിട്ടുള്ള ആ ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ദ ഡിക്ലറേഷൻ വാസ് പ്രിപ്പയർഡ് ബൈ തോമസ് ജെഫേഴ്സൺ ആൻഡ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ഈ ഒരു പ്രഖ്യാപനം പ്രിപ്പയർ ചെയ്ത ആരൊക്കെയായിരുന്നു? തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും ആയിരുന്നു. The war between England and the colonies in North America that began with the Declaration of Freedom ended in 1781. തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും പ്രിപ്പയർ ചെയ്ത സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടുകൂടി ആരംഭിച്ച ഇംഗ്ലണ്ടും അമേരിക്കയും കോളനികളും തമ്മിൽ ആരംഭിച്ച യുദ്ധം 1781 അവസാനിച്ചു. According to the Treaty of Paris in 1783, England ratified the freedom of 13 colonies. 1783 പാരീസ് ഉടമ്പടി പ്രകാരം ഇംഗ്ലണ്ട് 13 കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചു. The Constitution Convention held at Philadelphia under the leadership of James Madison framed the American Constitution. 1783 അല്ലേ? തുടർന്ന് ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിൽ അമേരിക്കയ്ക്ക് ഒരു ഭരണഘടന തയ്യാറാക്കപ്പെട്ടു. Then George Washington became the first president of United States of America, formed in accordance with the new constitution.
അപ്പോൾ പുതിയ ഭരണഘടന പ്രകാരം അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യത്തെ പ്രസിഡന്റായിട്ട് ആര് തിരഞ്ഞെടുക്കപ്പെട്ടു? ജോർജ് വാഷിങ്ടൺ തിരഞ്ഞെടുക്കപ്പെട്ടു. റിഗാർഡിംഗ് ദ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഫ്രീഡം, വാട്ട് all can you find in the Declaration of American Independence? എന്തൊക്കെയാണ് നമ്മുടെ ഈ ഒരു അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിൻ്റെ ഡിക്ലറേഷനിലൂടെ നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാൻ പറ്റും? ഓൾ ആർ ഈക്വൽ, എല്ലാവരും സമന്മാരാണ്. എവരി വൺ ഹാസ് സർട്ടൻ റൈറ്റ്സ്, എല്ലാവർക്കും അവരുടേതായ അവകാശങ്ങളുണ്ട്. ടു അച്ചീവ് റൈറ്റ്സ് എസ്റ്റാബ്ലിഷ് ഗവൺമെൻറ്റ്സ് വിത്ത് അപ്രൂവൽ ഓഫ് ദോസ് ഹു റൂൾ, അവകാശങ്ങൾ നേടിയെടുക്കാൻ ഭരിക്കപ്പെടുന്നവരുടെ അംഗീകാരം ലഭിച്ച ഭരണകൂടങ്ങളെ രൂപീകരിക്കണം. ദ പീപ്പിൾ ഹാവ് ദ പവർ ടു ചേഞ്ച് ഓർ അബോളിഷ് ദ ഗവൺമെൻറ്, ഭരണകൂടത്തെ മാറ്റാനും ഇല്ലാതാക്കാനും ആർക്ക് അധികാരമുണ്ട്? ജനങ്ങൾക്ക് അധികാരമുണ്ട്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് നമുക്ക് ഇതിൽ വേണ്ടത്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഓർക്കാനുള്ളത്, ഫസ്റ്റ് വരുന്നത് മെർക്കന്റിലിസ്റ്റ് ലോസ്, ദെൻ തിങ്കേഴ്സിൻ്റെ ഐഡിയോളജീസ്, അതുപോലെ തന്നെ ജെയിംസ് ഓട്ടിസിൻ്റെ സ്ലോഗൻ, ബോസ്റ്റൺ ടീ പാർട്ടി 1773 ഡിസംബർ 16, ദെൻ ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്നത് 1774, പെറ്റീഷൻ ടു ദ കിങ് ഓഫ് ഇംഗ്ലണ്ട്, സെക്കൻഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് 1775, ദെൻ ജോർജ് വാഷിങ്ടന് അവിടുത്തെ കോണ്ടിനെൻ്റൽ ആർമിയുടെ ചീഫായിട്ട് നിയമിതനായത്, അതുപോലെ തോമസ് പെയിൻ്റെ ഡിക്ലറേഷൻ, അമേരിക്കൻസ് ടു ബ്രേക്ക് ദ ടൈസ് വിത്ത് ബ്രിട്ടൻ എന്ന് പറഞ്ഞ ആ ഒരു പ്രധാനപ്പെട്ട ഡിക്ലറേഷൻ, ഇത് ആര് പറഞ്ഞു എന്ന് ചോദിക്കാറുണ്ട്. ദ തേർഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് 1776, ഡിക്ലറേഷൻ ഓഫ് അമേരിക്കൻ ഇൻഡിപെൻഡൻസ് ഓൺ 4th July 1776, ദെൻ ഇംഗ്ലണ്ട് റാറ്റിഫൈഡ് ദ ഫ്രീഡം ഓഫ് 13 കോളനീസ് ഇൻ 1783. ഇംഗ്ലണ്ട് അനുവദിച്ചു കൊടുത്തത് 1783 സ്വാതന്ത്ര്യം പൂർണ്ണമായിട്ട് അനുവദിച്ചു കൊടുത്തത് അല്ലേ. ആ 13 കോളനികളുടെ സ്വാതന്ത്ര്യം പൂർണ്ണമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് 1783 പാരീസ് ഉടമ്പടി പ്രകാരം. 1783 ഇത് നടക്കുന്നത്, പാരീസ് ഉടമ്പടി ഉള്ളത്. ദെൻ ഫോർമേഷൻ ഓഫ് ദ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അമേരിക്കൻ ഭരണഘടന സ്ഥാപിക്കപ്പെട്ടു. ജോർജ് വാഷിങ്ടൺ ബിക്കേം ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. ഇത്രയും പോയിന്റ്സ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു ഭാഗത്ത് വരുന്നത്. ഇനി ദ ഇമ്പാക്റ്റ് ഓഫ് അമേരിക്കൻ ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റ് ഓൺ ദ ലേറ്റർ വേൾഡ് ഹിസ്റ്ററി. അപ്പോൾ നമ്മൾ എന്താ പറയുക, അതിൻ്റെ പോയിന്റ്സ് വരുമ്പം ഈ വേൾഡ് ഹിസ്റ്ററിയിൽ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിൻ്റെ സ്വാധീനം എന്ത് എന്ന് ചോദിക്കുമ്പോൾ, gave direction and motivation to the later freedom struggles and revolutions all over the world. അതായത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നിട്ടുള്ള വിപ്ലവങ്ങൾക്കും സമരങ്ങൾക്കും പ്രചോദനമാകാൻ ഇതിന് കഴിഞ്ഞിട്ടുണ്ട്, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിന് കഴിഞ്ഞിട്ടുണ്ട്. ദെൻ പുട്ട് ഫോർവേഡ് ദ കൺസെപ്റ്റ് ഓഫ് റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെൻറ്, മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾക്ക് റിപ്പബ്ലിക്കൻ ഭരണരീതി മുന്നോട്ട് വെച്ച ഒരു സമരമായിരുന്നു ഇത് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ദെൻ പ്രിപ്പയർ ദ ഫസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന തയ്യാറാക്കപ്പെട്ടത് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിന് ശേഷമാണ്. ദെൻ കോൺട്രിബ്യൂട്ടഡ് ടു ദ കൺസെപ്റ്റ് ഓഫ് ഫെഡറൽ സിസ്റ്റം ദാറ്റ് എൻഷുവേർഡ് ദ ഫ്രീഡം ആൻഡ് അതോറിറ്റി ഓഫ് ദ സ്റ്റേറ്റ്സ് ഇൻ ദ യൂണിയൻ. ഒരു ഫെഡറൽ സിസ്റ്റം നിലവിൽ വന്നു, അതായത് സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്ന ഒരു സമ്പ്രദായമാണിത് ഫെഡറൽ സിസ്റ്റം. അതായത് കേന്ദ്ര ഭരണമെന്നും സംസ്ഥാന ഭരണമെന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് സംസ്ഥാനങ്ങൾക്കും ഭരണത്തിൽ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്ന ഒരു സിസ്റ്റം നിലവിൽ വന്നത് ഈ ഒരു സ്വാതന്ത്ര്യ സമരത്തിന് അല്ലെങ്കിൽ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിന് ശേഷമായിരുന്നു. ഇനി നമുക്ക് ഫ്രഞ്ച് റവല്യൂഷനെ കുറിച്ചാണ് നോക്കാനുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. ഫസ്റ്റ് വരുന്നത് അതിൻ്റെ കോസസ് ആണ്. കോസസ് എന്തൊക്കെയായിരുന്നു? അതിൻ്റെ കോസസ് ഏതൊക്കെയാണ് വരുന്നത്? ഫസ്റ്റ് ഓട്ടോക്രാറ്റിക് റൂൾ. നമുക്കറിയാം എന്താ ഓട്ടോക്രാറ്റിക് റൂൾ എന്ന് പറഞ്ഞാൽ, രാജാക്കന്മാരുടെ സ്വച്ഛാധിപത്യ ഭരണം. ആൻഡ് ദ ലക്ഷോറിയസ് ആൻഡ് എക്സ്ട്രാവേഗൻ ലൈഫ് ഓഫ് കിങ്സ്, ആഡംബരപൂർണമായിട്ടുള്ള രാജാക്കന്മാരുടെ ജീവിത രീതി. സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇന്നീക്വാലിറ്റി, സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള അസമത്വം. ദെൻ ഫ്രഞ്ച് സൊസൈറ്റി വാസ് ഡിവൈഡഡ് ഇൻ ടു 3 സ്ട്രാറ്റ. ഫ്രഞ്ച് സമൂഹത്തെ 3 തരംതിരിക്കപ്പെട്ടു. ദേ വേർ നോൺ ആസ് ദ എസ്റ്റേറ്റ്സ്. അവർ ഏത് പേരിലാണ് അറിയപ്പെട്ടത്? എസ്റ്റേറ്റ്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളായിരുന്നു. ഈ എസ്റ്റേറ്റ്സുകൾ ഏതൊക്കെയാണെന്ന്, അതായത് 3 എസ്റ്റേറ്റുകൾ ഏതൊക്കെയാണ്, അവരുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മളോട് ചോദിക്കാറുണ്ട്. ഫസ്റ്റ് എസ്റ്റേറ്റിൽ ഏതാണ് വരിക? ക്ലേർജി ആണ് വരുന്നത്. ഫസ്റ്റ് എസ്റ്റേറ്റ്
ക്ലേർജിയാണ്. ഹെൽഡ് വാസ്റ്റ് ലാൻഡ്, അവരുടെ കയ്യിൽ എന്താണ്, നല്ല വിശാലമായ ഭൂമി ഉണ്ടാകും. അവർ പുരോഹിതന്മാരാണ് അല്ലേ, ക്ലർജി എന്ന് പറഞ്ഞാൽ പുരോഹിതന്മാരാണ്. കളക്റ്റഡ് ദ ടാക്സ് കോൾഡ് ടിത്തേ ഫ്രം ഫാമേഴ്സിൽ നിന്നും ടിത്തേ എന്ന പേരിലുള്ള ഒരു നികുതി അവർ പിരിച്ചിട്ടുണ്ട്. എക്സംപ്റ്റഡ് ഫ്രം ഓൾ ടാക്സസ്, എല്ലാ ടാക്സസിൽ നിന്ന് അവർ ഒഴിവാക്കപ്പെട്ടു. കൺട്രോൾഡ് ഹയർ പൊസിഷൻ ഇൻ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് മിലിറ്ററി സർവീസസ്, ഭരണത്തിലും സൈന്യത്തിലും അവർ ഉയർന്ന പദവികളെ നിയന്ത്രിച്ചവരാണ്. ഇനി സെക്കൻഡ് എസ്റ്റേറ്റ്, അതായത് നൊബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടുത്തെ വലിയ ഉന്നതന്മാരായ കുലീനന്മാരായ ആൾക്കാർ, പ്രഭുക്കന്മാർ, എൻഗേജ്ഡ് ഇൻ മിലിറ്ററി സർവീസസ്, അവർ സൈനിക സേവനങ്ങൾ നടത്തിയവരാണ്. കളക്ട് വേരിയസ് ടാക്സസ് ഫ്രം ദ ഫാമേഴ്സ്, അവർ കർഷകരിൽ നിന്ന് വിവിധ തരത്തിലുള്ള നികുതികൾ അവർ പിരിച്ചിട്ടുണ്ട്. ദെൻ മെയ്ഡ് ഫാമേഴ്സ് ഫ്രം വിതൗട്ട് വേജ്, അവർ കർഷകരെ കൂലി കൊടുക്കാതെ അവർ പണിയെടുപ്പിച്ചിട്ടുണ്ട്. എക്സംപ്റ്റഡ് ഫ്രം ഓൾ ടാക്സസ്, എല്ലാ തരത്തിൽ നിന്നുള്ള നികുതികളിൽ നിന്നും അവർ ഒഴിവാക്കപ്പെട്ടു. ലെഡ് ലക്ഷോറിയസ് ലൈഫ്, അവർ ആഡംബരപൂർണമായിട്ടുള്ള ജീവിതം നയിച്ചു. ഹെൽഡ് വാസ്റ്റ് ലാൻഡ്, അവർ വിശാലമായിട്ടുള്ള ഭൂപ്രദേശം കൈവശം വെച്ചു. ഇനി മൂന്നാമത്തെ എസ്റ്റേറ്റിൻ്റെ പ്രത്യേകത എന്താണ്? The middle class, including traders, writers, lawyers, officials, teachers and bankers, farmers and craftsmen. അതായത് ഈ മിഡിൽ ക്ലാസ്സിൽ വരുന്നത് ആരൊക്കെയാണ്? കർഷകർ, കൈത്തൊഴിലുകാർ, അതുപോലെ തന്നെ ടീച്ചേഴ്സ്, മറ്റ് ഒഫീഷ്യൽസ്, ലോയേഴ്സ്, വക്കീലന്മാർ, ബാങ്കർമാർ, ഇവരൊക്കെ ഈ മൂന്നാം എസ്റ്റേറ്റിൻ്റെ പരിധിയിൽ വരുന്നവരാണ്. നോ റോൾ ഇൻ അഡ്മിനിസ്ട്രേഷൻ, അവർക്ക് ഭരണത്തിൽ ഒരു പങ്കുമില്ല. പെയ്ഡ് ലാൻഡ് ടാക്സ് നെയിംലി ടെയിൽ ടു ഗവൺമെൻറ്, ടെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നികുതി, തൈലേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നികുതി. പെയ്ഡ് ലാൻഡ് ടാക്സ് നെയിംലി തൈലേ ടു ദ ഗവൺമെൻറ്, തൈലേ എന്ന പേരുള്ള ഒരു നികുതി അവർ അടയ്ക്കേണ്ടിയിരുന്നു. അപ്പോൾ ടിത്തേ എന്നുള്ള നികുതിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇത് ടൈലേ എന്നുള്ള നികുതി ആരടയ്ക്കേണ്ടതാണ്? തേർഡ് എസ്റ്റേറ്റിലെ പ്രതിനിധികൾ അടയ്ക്കേണ്ടതാണ്. ലോ സോഷ്യൽ സ്റ്റാറ്റസ്, താഴ്ന്ന സാമൂഹിക പദവി മാത്രമേ അവർക്ക് ഉണ്ടായിരുന്നുള്ളൂ. പെയ്ഡ് ടാക്സസ് ടു ക്ലേർജി ആൻഡ് നോബിൾസ്, പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും അവർ നികുതി നൽകണമായിരുന്നു. ഇനി ഈ ഒരു ഫ്രഞ്ച് വിപ്ലവത്തിലേക്ക് നയിച്ച ചിന്തകന്മാരുടെ സ്വാധീനത്തെക്കുറിച്ചാണ് നമുക്ക് നോക്കാനുള്ളത്. ഐഡിയോളജീസ് ഓഫ് ദ തിങ്കേഴ്സ്, അതിൽ പ്രധാനപ്പെട്ടവരാണ് ഇത് വോൾട്ടയർ, റൂസോ ആൻഡ് മോണ്ടസ്ക്യൂ. അപ്പുറത്ത് നമ്മൾ നമ്മുടെ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് പറഞ്ഞപ്പോൾ നമ്മൾ ചിന്തകന്മാരുടെ സ്വാധീനം പറഞ്ഞു. അതുപോലെ ഫ്രഞ്ച് വിപ്ലവത്തിലെ പ്രധാനപ്പെട്ട ആൾക്കാരാണ് വോൾട്ടയർ, റൂസോ, മോണ്ടസ്ക്യൂ എന്നിവർ. റെഡിക്യൂൾഡ് ദ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ക്ലർജി, അതായത് വോൾട്ടയർ എന്താ ചെയ്തത്? പുരോഹിതന്മാരുടെ ചൂഷണത്തെ അദ്ദേഹം റെഡിക്യൂൾഡ്, പരിഹസിച്ചു. പ്രോംപ്റ്റഡ് റേഷണൽ തിങ്കിങ്, ഐഡിയോളജീസ് ഓഫ് ഇക്വാലിറ്റി ആൻഡ് ഹ്യൂമനിസം, അദ്ദേഹം യുക്തിചിന്തയെയും സമത്വത്തെയും മനുഷ്യ സ്നേഹത്തെയും പ്രോത്സാഹിപ്പിച്ചു. ഇനി നെക്സ്റ്റ് വരുന്നത് റൂസോയാണ്. സ്പെൽഡ് ഔട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫ്രീഡം വിത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ് മാൻ ഈസ് ബോൺ ഫ്രീ ബട്ട് എവരിവെയർ ഹീസ് ഇൻ ചെയിൻസ്, മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, എന്നാൽ എല്ലായിടത്തും അവൻ ചങ്ങലകളിലാണ് എന്നുള്ള പ്രസ്താവന ആരുടേതാണ്? റൂസോയുടേതാണ്. ഡിക്ലെയർഡ് ദാറ്റ് പീപ്പിൾസ് ആർ ദ സോവറിൻ, മനുഷ്യന്മാർക്ക് പരമാധികാരമുണ്ട് എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് മോണ്ടസ്ക്യൂ ആണ്. എൻകറേജ്ഡ് ഡെമോക്രസി ആൻഡ് റിപ്പബ്ലിക്, അദ്ദേഹം ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ചു. സജസ്റ്റഡ് ഡിവിഷൻ ഓഫ് പവേഴ്സ് ഓഫ് ഗവൺമെൻറ് ഇൻ ടു ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി, ഗവൺമെൻറ്റിൻ്റെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ വിഭാഗങ്ങളായിട്ട് ഗവൺമെൻറ്റിനെ തിരിക്കണമെന്ന് അദ്ദേഹം വാദിക്കുന്നുണ്ട്. ഇനി ഈ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഒരു ഗതി എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് എന്തെല്ലാം സംഭവങ്ങളിലൂടെയാണ് ഈ ഒരു വിപ്ലവത്തിലേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് നോക്കാനുള്ളത്, അല്ലെങ്കിൽ കോഴ്സ് ഓഫ് ദ വാർ എന്ന് പറയാം. ദ ലക്ഷോറിയസ് ലൈഫ് ആൻഡ് സ്ക്വാൻഡർ ഓഫ് ബൂർബോൺ കിങ്സ്, ക്ലർജി ആൻഡ് ലോർഡ്സ് ആർ ദ ഫ്രീക്വൻറ്റ് വാസ് ദേ വാഗ്ഡ് അലോങ് വിത്ത് ദ ഫ്രീക്വൻറ്റ് സ്പെൽസ് ഓഫ് ഡ്രൗട്ട് ആൻഡ് ക്രോപ്പ് ഫെയിലിയർ ബ്രോഡ് ഫ്രാൻസ് ടു ദ ബ്രിങ്ക് ഓഫ് ബാങ്ക്രപ്റ്റ്. ബൂർബോൺ രാജാക്കന്മാർ, പുരോഹിതന്മാർ, പ്രഭുക്കന്മാർ ഇവരെല്ലാം തന്നെ
നയിച്ച ആഡംബരപൂർണമായിട്ടുള്ള ജീവിതം, ധൂർത്ത്, യുദ്ധങ്ങൾ, കൃഷിനാശം, സ്വാതന്ത്ര്യ സമരത്തിൽ അമേരിക്കയെ സഹായിച്ചത്, ഇതൊക്കെ തന്നെ ഫ്രാൻസിലെ സാമ്പത്തിക സ്ഥിതി വളരെയധികം ഗുരുതരമാക്കി മാറ്റുന്നുണ്ട്. ഫൈനാൻഷ്യൽ ആൻഡ് മിലിറ്ററി അസിസ്റ്റൻസ് ഗിവൺ ടു അമേരിക്കൻ കോളനീസ് ഇൻ ദ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഓൾസോ അഗ്രിഗേറ്റഡ് ദ ഫൈനാൻഷ്യൽ ക്രൈസിസ് ഇൻ ഫ്രാൻസ്. അതായത് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് നടന്ന സമയത്ത് ഫ്രാൻസ് അമേരിക്കയെ സഹായിച്ചിട്ടുണ്ട്. ഇത് ഫ്രാൻസിനെ ഫൈനാൻഷ്യൽ ക്രൈസിസിലേക്ക്, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള നില തകരാറിലാവാൻ കാരണമാവുന്നുണ്ട്. ടു ലെവി ന്യൂ ടാക്സസ് അപ്പോൺ കോമണേഴ്സ്, ലൂയി 16 അല്ലെങ്കിൽ ലൂയി 16 സമ്മോൺഡ് the State General, the Legislative Assembly of the representative from all the 3 states, 1789. 1789 ലൂയി 16 പുതിയ നികുതികൾ ചുമത്താൻ വേണ്ടി പ്രതിനിധിസഭയായിട്ടുള്ള സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർക്കുന്നുണ്ട്. Similar to French society, the State General also had 3 estates. Traditionally, each state would vote a group and had 1 vote. As a result, the nobility and clergy could always overrule the third estate. The first 2 estates argued for estate-wise single voting system. Third estate, the commons, demanded individual vote for each member of all the 3 estates. 3 എസ്റ്റേറ്റുകളിലെയും ഓരോ അംഗത്തിനും ഓരോ വോട്ട് വേണമെന്ന് സ്റ്റേറ്റ് ജനറലിനോട് ആവശ്യപ്പെട്ടു? കോമൺസ് ആവശ്യപ്പെട്ടു, സാധാരണക്കാരായ ജനങ്ങൾ ആവശ്യപ്പെട്ടു, അതായത് 3ാമത്തെ എസ്റ്റേറ്റ് ആവശ്യപ്പെട്ടു. അങ്ങനെയുള്ള ഈ തർക്കത്തിൻ്റെ ഒടുവിൽ 3ാമത്തെ എസ്റ്റേറ്റിലെ അംഗങ്ങൾ തങ്ങളാണ് യഥാർത്ഥ അധികാരികളെന്ന് അവർ വാദിക്കുന്നുണ്ട്. The assembled the tennis court nearby swore not to leave until they had framed a constitution of France. This event is known as the tennis court oath. 14 July 1789, revolutionaries stormed with the slogan Liberty, Equality and Fraternity, demolished the Bastille prison, the symbol of Bourbon monarchy. അവരെന്ത് ചെയ്തു? തൊട്ടടുത്ത ടെന്നീസ് കോർട്ടിൽ സമ്മേളിച്ച് ഫ്രാൻസിനായി ഒരു ഭരണഘടന തയ്യാറാക്കിയ ശേഷമേ പിരിയുകയുള്ളൂ എന്ന് അവർ പ്രഖ്യാപിക്കുന്നുണ്ട്. 14th July 1789, revolutionaries stormed with the slogan Liberty, Equality and Fraternity, demolished the Bastille prison, the symbol of Bourbon monarchy. This event considered as the commencement of French Revolution. 12th August 1789, the National Assembly passed the Declaration of Right of Man and of Citizen. October 1789, thousands of women marched from Paris to Palace of Versailles with the slogan gives us bread. September 1792, National Convention formed as per the new constitution proclaimed France as Republic. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്? തൊട്ടടുത്ത ദിവസം ടെന്നീസ് കോർട്ടിൽ സമ്മേളിച്ച് ഫ്രാൻസിനായിട്ടൊരു ഭരണഘടന തയ്യാറാക്കിയ ശേഷം പിരിയൂന്നവർ പറഞ്ഞു. ഇത് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 1789 ജൂലൈ 14 സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ടിട്ട് വിപ്ലവകാരികൾ രാജവാഴ്ചയുടെ പ്രതീകമായിരുന്ന ബാസ്റ്റേൽ കോട്ട തകർക്കുന്നുണ്ട്. ഇതിനെ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആരംഭമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ 1789 ഓഗസ്റ്റ് 12 എന്ത് സംഭവിച്ചു? ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തുന്നുണ്ട്. 1789 ഒക്ടോബറിൽ പാരീസ് നഗരത്തിലെ ആയിരക്കണക്കിന് സ്ത്രീകൾ അവർക്ക് ഭക്ഷണം വേണം, ഗിവ്സ് അസ് ബ്രെഡ് എന്നുള്ള മുദ്രാവാക്യവുമായിട്ട് കൊട്ടാരത്തിലേക്ക് പ്രകടനം നടത്തുന്നുണ്ട്. 1792 സെപ്റ്റംബറിൽ പുതുതായി രൂപീകരിച്ച ഭരണഘടന അനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ദേശീയ കൺവെൻഷന് ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട്. ഇനി ഗോൾസ് ആൻഡ് ഇൻഫ്ലുവൻസസ് ഓഫ് ഫ്രഞ്ച് റെവല്യൂഷൻ എന്തൊക്കെയാണ് നമുക്ക് പറയാം. അതായത് ഫ്രാൻസിൻ്റെ ഈ ഒരു ഫ്രഞ്ച് റെവല്യൂഷൻ്റെ ലക്ഷ്യങ്ങളും അതിൻ്റെ ഇൻഫ്ലുവൻസ്, അതിൻ്റെ സ്വാധീനവും എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൻ്റെ ഇൻഫ്ലുവൻസ് എന്ന് പറയുമ്പോൾ സ്റ്റിമുലേറ്റഡ് ഓൾ ദ ലേറ്റർ റെവല്യൂഷൻസ് ഇൻ ദ വേൾഡ്. ലോകത്ത് നടന്ന എല്ലാ വിപ്ലവങ്ങൾക്കും പ്രചോദനം നൽകി. എൻഡഡ് ദ ഫ്യൂഡൽ സിസ്റ്റം ഇൻ യൂറോപ്പ് ആൻഡ് ത്രെട്ടൻഡ് ദ ഓട്ടോക്രാറ്റിക് റൂളേഴ്സ്. proclaimed that nation is not merely a region but the people.
രാജ്യം എന്നാൽ എന്തല്ല, ഒരു പ്രദേശമല്ല, രാജ്യത്തെ ജനങ്ങളാണെന്ന് പ്രഖ്യാപിച്ചു. കോൺട്രിബ്യൂട്ട് ദ കൺസെപ്റ്റ് ഓഫ് പീപ്പിൾസ് സോവറിറ്റി, ജനങ്ങളുടെ പരമാധികാരം എന്ന ഒരു കൺസെപ്റ്റ് പ്രചരിപ്പിച്ചു. ലെഡ് ടു ദ എമർജൻസ് ഓഫ് നാഷണാലിസം, ദേശീയതയുടെ ആവിർഭാവത്തിന് വഴിയൊരുക്കി. ദെൻ ഹെൽപ്പ് ഗ്രോത്ത് ഓഫ് മിഡിൽ ക്ലാസ്, മധ്യവർഗത്തിൻ്റെ വളർച്ചയെ സഹായിച്ചു. ദെൻ സ്പ്രെഡ് ദ ഐഡിയാസ് ഓഫ് ഇക്വാലിറ്റി, ലിബർട്ടി ആൻഡ് ഫ്രാറ്റേണിറ്റി, യൂറോപ്പിൽ നിലനിന്ന സ്വച്ഛാധിപത്യ ഭരണകൂടങ്ങൾക്കൊക്കെ ഭീഷണിയായിക്കൊണ്ട് അതിന് പകരമായിട്ട് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന ആശയം പ്രചരിക്കാൻ തുടങ്ങി. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് പറയാനുള്ളത്, ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കുമെന്ന് പറഞ്ഞത് ആര് എന്നുള്ളൊരു ചോദ്യം വരാറുണ്ട്. അതായത് അത് നമ്മുടെ മെറ്റേണിക്കിൻ്റെ ഒരു പദമാണ്. അതായത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സ്വാധീനത്തെക്കുറിച്ച് ഓസ്ട്രിയൻ ഭരണാധികാരിയായിരുന്ന മെറ്റേണിക്ക് പറഞ്ഞ ഒരു വാക്കാണെന്ത്, ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും. ഇത് പറഞ്ഞതാരെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കും വിപ്ലവം വ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ അലയൊലികൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ടായിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കാനാണ് അദ്ദേഹം ഈ ഒരു പദം ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഇൻഫ്ലുവൻസിൻ്റെ ഭാഗത്ത് നമുക്കതും കൂടി എഴുതി ചേർക്കാവുന്നതാണ്. ഇനി റഷ്യൻ റവല്യൂഷനെ കുറിച്ച് നോക്കാം. അതിൻ്റെ കോസസിലേക്ക് വരുമ്പോൾ ഏതാ വരിക? ഫസ്റ്റ് വരുന്നത്, ഫാമേഴ്സ് ആൻഡ് ഫാക്ടറി വർക്കേഴ്സ് ഇൻ റഷ്യ ലെഡ് എ ട്രാജിക് ലൈഫ് അണ്ടർ ദ ഓട്ടോക്രസി ഓഫ് സാർ എംപേഴ്സ് ഹു റൂൾഡ് റഷ്യ. അതായത് സാർ ഭരണാധികാരികളുടെ കീഴിൽ സാധാരണക്കാരായ ജനങ്ങളും ഫാക്ടറി വർക്കേഴ്സും കർഷകരും വളരെ ദുരിതപൂർണമായിട്ടുള്ളൊരു ജീവിതമായിരുന്നു ഉണ്ടായിരുന്നത്. ദ ലോ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ അഫക്റ്റഡ് ദ ഫാമേഴ്സ് ഇൻകം, അവരുടെ വരുമാനം അവരുടെ ജീവിതത്തെ വളരെയധികം ബാധിച്ചു. ദ ലാൻഡ്ലെസ് ഫാമേഴ്സ് ഹാഡ് ടു പേ ഹ്യൂജ് ടാക്സ്, എന്നാൽ അവരെന്ത് ചെയ്യണം, വളരെയധികം നികുതി, അതായത് വലിയ തോതിലുള്ള നികുതി അവരടക്കേണ്ടിയിരുന്നു. Though Russia was rich in natural resources, their industrial production was meek. It was the foreigners who controlled majority of industries that existed there. അതായത് പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് സമ്പന്നമായുള്ളൊരു പ്രദേശമാണ് ഇത് റഷ്യ എന്ന് പറഞ്ഞാൽ. പക്ഷേ അവിടെ എന്താണ്, വ്യാവസായിക ഉൽപ്പാദനം കുറവായിരുന്നു. ഉള്ള വ്യവസായങ്ങൾ തന്നെ ഭൂരിഭാഗവും വിദേശികളാണ് നിയന്ത്രിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ ചിന്തകരുടെ സ്വാധീനം എങ്ങനെയാണ്, അല്ലെങ്കിൽ തിങ്കേഴ്സിൻ്റെ ഐഡിയോളജീസ് എങ്ങനെയാണ് റഷ്യൻ വിപ്ലവത്തിലേക്ക് എത്തിച്ചതെന്ന് നോക്കാം. റൈറ്റേഴ്സ് ലൈക്ക് മാക്സിം ഗോർക്കി, ലിയോ ടോൾസ്റ്റോയ്, ഇവാൻ ടർഗനോവ്, ആൻഡൻ ചെക്കോ depicted the plight of the workers and farmers in their works. അതായത് കാൾ മാർക്സ്, ഫെഡറിക് ഏംഗൽസ്, ലിയോ ടോൾസ്റ്റോയ്, മാക്സിം ഗോർക്കി, അതുപോലെ ഇവാൻ തുർഗനോവ് തുടങ്ങിയുള്ളവരുടെ ആശയങ്ങൾ അവിടെ സാധാരണക്കാരായ ജനങ്ങളുടെ അല്ലെങ്കിൽ വർക്കേഴ്സിൻ്റെ മനസ്സിൽ അവരുടെ അവകാശങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു. ദ മാർക്സിസ്റ്റ് ഐഡിയോളജീസ് ഫോർമുലേറ്റഡ് ബൈ കാൾ മാർക്സ് ആൻഡ് ഫെഡറിക് ഏംഗൽസ് ടേർഡ് ദ വർക്കേഴ്സ്. കാൾ മാർക്സ്, ഫെഡറിക് ഏംഗൽസ് എന്നിവർ ആവിഷ്കരിച്ചിട്ടുള്ള മാർക്സിസ്റ്റ് ആശയങ്ങൾ തൊഴിലാളികളിലേക്ക് ആവശ്യം പകർന്നു. ട്രേഡ് യൂണിയൻസ് വർ ഫോംഡ് ടു ഫൈൻഡ് റെമഡീസ് ഫോർ ദ പ്ലൈറ്റ് ഓഫ് ദ വർക്കേഴ്സ്. മുതലാളിമാരെ നിയന്ത്രിച്ചിരുന്ന ഉൽപ്പാദന വ്യവസ്ഥയ്ക്ക് പകരം തൊഴിലാളികളുടെ ആധിപത്യം സ്ഥാപിക്കാൻ അവർ ആഹ്വാനം ചെയ്തു. ബേസ്ഡ് ഓൺ ദ മാർക്സിസ്റ്റ് ഐഡിയോളജീസ് ദ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി വാസ് ഫോംഡ്. തൊഴിലാളികളുടെ ദുരിതങ്ങൾക്ക് പരിഹാരം കാണാനായിട്ട് എന്തുകൊണ്ടു തൊഴിലാളി സംഘടനകൾ രൂപം കൊണ്ടു. ദെൻ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രൂപം കൊണ്ടത്. ലേറ്റർ ദിസ് പാർട്ടി വാസ് സ്പ്ലിറ്റഡ് ഇൻ ടു മെൻഷെവിക്സ് മൈനോറിറ്റി ആൻഡ് ബോൾഷെവിക്സ് മെജോറിറ്റി. പിന്നീട് അതെന്ത് ചെയ്തു, മെൻഷെവിക്കുകളെന്നും ബോൾഷെവിക്കുകളെന്നും മെജോറിറ്റി ഗ്രൂപ്പുകളായിട്ട്, അതായത് മെൻഷെവിക്കുകൾ എന്ന പേരിൽ ഒരു മൈനോറിറ്റി ഗ്രൂപ്പും ബോൾഷെവിക്കുകൾ എന്ന പേരിൽ മെജോറിറ്റി ഗ്രൂപ്പുമായിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടു. ദ മെയിൻ ലീഡേഴ്സ് ഓഫ് ദ ബോൾഷെവിക്സ് വർ ലെനിൻ ആൻഡ് Trotsky. The main leaders of the Bolsheviks were Lenin and Trotsky. ലെനിൻ ടോട്സ്കിയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ലീഡേഴ്സ്. അലക്സാണ്ടർ കെറൻസ്കി ലെഡ് ദ മെൻഷെവിക്സ്. മെൻഷെവിക്കുകളെ ആരാണ് നയിച്ചത്? അലക്സാണ്ടർ കെറൻസ്കിയാണ്. ദ ക്രൈസിസ് റീച്ച്ഡ് ദിസ് വേഴ്സ്റ്റ് വെൻ റഷ്യ വാസ് ഡിഫീറ്റഡ് ഇൻ റഷ്യ ജാപ്പാൻ 1905. എന്ത് ചെയ്തു? ഡിഫീറ്റഡ്, റഷ്യ പരാജയപ്പെട്ടു. 1905 നടന്ന റഷ്യൻ ജാപ്പാൻ യുദ്ധത്തിൽ റഷ്യ പരാജയപ്പെട്ടു. ദ വർക്കേഴ്സ് ഓർഗനൈസ്ഡ് എ ഹ്യൂജ് മാർച്ച് അറ്റ് പെട്രോഗാഡ് ഓൺ 9th January 1905 ഡിമാൻഡിങ് പൊളിറ്റിക്കൽ റൈറ്റ്സ് ആൻഡ് എക്കണോമിക് റിഫോംസ്.
രാഷ്ട്രീയ അവകാശങ്ങളും സാമ്പത്തിക പരിഷ്കാരങ്ങളും ആവശ്യപ്പെട്ട് തൊഴിലാളികൾ പെട്രോഗാഡ് എന്ന സ്ഥലത്തേക്ക് 1905 ജനുവരി 9 പ്രകടനം നടത്തി. The march was fired at by the soldiers and hundreds of demonstrators were massacred. അതെന്താണ്? ധാരാളം പട്ടാളക്കാർ ഇതിനു നേരെ വെടിവെച്ചു. നൂറുകണക്കിന് ആളുകൾ മരണപ്പെട്ടു. The march was fired and by soldiers and hundreds of demonstrators were massacred. This event is known as ബ്ലഡി സൺഡേ. ഇതിനെയാണ് എന്ത് ചെയ്തത്? രക്തരൂഷിതമായ ഞായറാഴ്ച എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി വർക്കേഴ്സ് ഓർഗനൈസേഷൻ കോൾഡ് ദ സോവിയറ്റ്സ് were formed all over Russia to conduct strikes. അതായത് റഷ്യയിലെമ്പാടും റഷ്യയുടെ എല്ലാ ഭാഗത്തും സമരങ്ങൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി സോവിയറ്റുകൾ എന്നറിയപ്പെടുന്ന തൊഴിലാളി സംഘടനകൾ രൂപീകരിക്കപ്പെട്ടു. When the strikes gained massive strength, the emperor was compelled to form the legislative assembly called Duma. അതായത് സമരം ശക്തമായതിനെ തുടർന്ന് ഡ്യൂമ എന്ന പേരിൽ നിയമനിർമ്മാണ സഭ രൂപീകരിക്കാൻ ചക്രവർത്തി നിർബന്ധിതനായി. ഇഗ്നോറിംഗ് ദ മാക്സിസം protest from Duma, Nicholas II, the then Tsar, decided to participate in the First World War Social Democratic Workers' Party. 1914 ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ച സമയത്ത് ഡ്യൂമയുടെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് സാർ ചക്രവർത്തി നിക്കോളസ് രണ്ടാമൻ യുദ്ധത്തിൽ പങ്കെടുക്കാൻ അങ്ങോട്ട് തീരുമാനിച്ചു. A lot of Russian soldiers founded by Karl Marx and were killed this war. യുദ്ധത്തിൽ ധാരാളം റഷ്യൻ സോൾജേഴ്സ് കൊല്ലപ്പെട്ടു. അതായത് കാൾമാക്സിൻ്റെ കീഴിലുണ്ടായിരുന്ന കുറേ റഷ്യൻ സോൾജേഴ്സ് കൊല്ലപ്പെട്ടു. സ്വാഭാവികമായിട്ടും പിന്നെന്താ സംഭവിക്കുക? ഫുഡ് ഷോർട്ടേജ് ഉണ്ടായി, അതായത് ഭക്ഷ്യദൗർലഭ്യം ഉണ്ടായി. Thousands of women marched along the streets of Petrograd on 18th March 1917 clamoring for bread. അതായത് ഗീവ്സ് ബ്രെഡ് എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകൾ എന്ത് ചെയ്തു? 1917 മാർച്ച് 8 പെട്രോഗാഡിലേക്ക് മാർച്ച് നടത്തി. ദ വർക്കേഴ്സ് ഓർഗനൈസ്ഡ് പ്രൊട്ടസ്റ്റ് മാർച്ച് ഇൻ പെട്രോഗാഡ്. അവരെന്ത് ചെയ്തു? തൊഴിലാളികളും പ്രകടനം നടത്തി. Though the soldiers clashed with the demonstrators in beginning, later they joined workers. It was a tragic experience during the First World War that induced them to do so. എന്താ പറഞ്ഞത്? അതായത് സൈനികർ ആദ്യം ഈ പ്രകടനത്തെ ഒക്കെ എന്ത് ചെയ്തു? അതിനെ നേരിട്ടു. പക്ഷെ അവരെന്ത് ചെയ്തു? പിന്നീട് ഇതിലേക്ക് അങ്ങ് ചേരുകയാണ് ചെയ്തത്. അതായത് അവർക്കും സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ ഈ സാർ ചക്രവർത്തിമാരുടെ ദുർഭരണത്തിൽ നിന്ന് അവർക്കും രക്ഷപ്പെടേണ്ടത് ആവശ്യമായിരുന്നു. അപ്പോൾ പിന്നെന്താണ് പറഞ്ഞത്? വർക്കേഴ്സ് ക്യാപ്ചേർഡ് പെട്രോഗാഡ് ആൻഡ് നിക്കോളാസ് സെക്കൻഡ് വാസ് ത്രോൺ ഔട്ട് ഓഫ് ദ പവർ. അതായത് അവർ പെട്രോഗാഡ് പിടിച്ചെടുത്തു, നിക്കോളാസിനെ അവിടെ നിന്നും പുറത്താക്കുകയും ചെയ്തു. ദ വർക്കേഴ്സ് ക്യാപ്ചേർഡ് പെട്രോഗാഡ്. Okay, then a provisional government was formed under the leadership of Alexander Kerensky, the Menshevik leader. This revolution that took place in March came to be known as the February Revolution. അങ്ങനെ അലക്സാണ്ടർ കെറൻസ്കിയുടെ നേതൃത്വത്തിൽ മെൻഷെവിക്കുകൾ എന്ത് ചെയ്തു? ഒരു താൽക്കാലിക ഗവൺമെൻറ് രൂപീകരിച്ചു. ഈ ഒരു വിപ്ലവത്തെയാണ് എന്ത് പറയുക? ഫെബ്രുവരി റവല്യൂഷൻ എന്ന് പറയുക. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണം? ദിസ് റവല്യൂഷൻ ടേക്ക് പ്ലേസ് ഇൻ മാർച്ച് കെയിം ടു ബി നോൺ ആസ് ഫെബ്രുവരി റവല്യൂഷൻ. അതായത് റഷ്യൻ കലണ്ടർ പ്രകാരം അത് ഫെബ്രുവരി മാസത്തിലായിരുന്നു ആ ഒരു വിപ്ലവം നടന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അതിനെന്ത് പറയുന്നത്? ഫെബ്രുവരി റവല്യൂഷൻ എന്ന് പറയുന്നത്. ഡിസ്കസ് ദ റോൾ ഓഫ് ഒക്ടോബർ റവല്യൂഷൻ ഇൻ എസ്റ്റാബ്ലിഷ് ദ പ്രോളിറ്റേറിയറ്റ് ഗവൺമെൻറ് ഇൻ റഷ്യ. റഷ്യയിലുള്ള ഒരു തൊഴിലാളി വർഗ ഭരണം സ്ഥാപിക്കുന്നതിൽ ഒക്ടോബർ വിപ്ലവത്തിൻ്റെ പ്രാധാന്യം ഉണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എ ഗ്രൂപ്പ് ഓഫ് സോവിയറ്റ്സ് ഡിഡ് നോട്ട് അപ്രൂവ് ഓഫ് ദ പ്രൊവിഷണൽ ഗവൺമെൻറ്. താൽക്കാലിക ഗവൺമെൻറ്റിൻ്റെ സോവിയറ്റുകളിൽ നിന്നുള്ളൊരു വിഭാഗം അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. വ്ളാദിമിർ ലെനിൻ, who had been in Switzerland, came to Russia and strongly opposed the provisional government. ഈ സമയം സ്വിറ്റ്സർലാൻഡിൽ നിന്നുള്ള സ്വിറ്റ്സർലാൻഡിലായിരുന്ന വ്ളാദിമിർ ലെനിൻ റഷ്യയിലെത്തുകയും താൽക്കാലിക ഗവൺമെൻറ്റിനെ ശക്തമായിട്ട് വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. ഹി ആർഗ്യൂഡ് ദാറ്റ് ദ എൻറ്റയർ പവർ ഷുഡ് ബി ട്രാൻസ്ഫർഡ് ടു സോവിയറ്റ്സ് ഇഫ് ദേ വർ ടു റിയലൈസ് ദ എയിംസ് ഓഫ് ദ റവല്യൂഷൻ.
വിപ്ലവം അതിൻ്റെ ലക്ഷ്യം നേടണമെങ്കിൽ അധികാരം മുഴുവനായിട്ട് ആർക്ക് കൊടുക്കണം? സോവിയറ്റുകൾക്ക് കൈമാറണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ദ ബോൾഷെവിക്സ് ആൻഡ് സോവിയറ്റ്സ് സപ്പോർട്ടഡ് ഹിം. അപ്പം ബോൾഷെവിക്കുകളും സോവിയറ്റ്സും ഇതിനെ സപ്പോർട്ട് ചെയ്തു. ദേ പ്രൊപ്പഗേറ്റഡ് ദാറ്റ് ഓൺലി പ്രോളിറ്റേറിയൻസ്, അതായത് പ്രോളിറ്റേറിയൻസ് ഓർ വർക്കേഴ്സ് ഗവൺമെൻറ് കുഡ് eradicate countries all economic backwardness and inequality. അപ്പോൾ അദ്ദേഹം എന്താണ് പറഞ്ഞത്? നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സാമ്പത്തികമായിട്ടുള്ള പിന്നോക്കാവസ്ഥയും ജനങ്ങൾക്കിടയിലുള്ള അസമത്വം ഇല്ലാതാക്കണമെങ്കിൽ ആർക്ക് മാത്രമേ കഴിയുള്ളൂ? തൊഴിലാളി വർഗ ഭരണകൂടത്തിന് മാത്രമേ സാധിക്കൂ എന്ന് അവർ പ്രഖ്യാപിച്ചു. കെറൻസ്കി ഫ്ലഡ് ഫ്രം ദ കൺട്രി ആൻഡ് റഷ്യ കെയിം അണ്ടർ ദ കൺട്രോൾ ഓഫ് ബോൾഷെവിക്. കെറൻസ്കി എന്ത് ചെയ്തു? രാജ്യം വിട്ടു, ബോൾഷെവിക്കുകളുടെ നിയന്ത്രണത്തിലാവുകയും ചെയ്തു. റഷ്യ പൂർണ്ണമായിട്ടും ബോൾഷെവിക്കുകളുടെ നിയന്ത്രണത്തിലായി. ദിസ് ഇവന്റ് ത്രൂ വിത്ത് ദ ബോൾഷെവിക് അറ്റൈൻഡ് പവർ ഈസ് നോൺ ആസ് ഒക്ടോബർ റവല്യൂഷൻ ആസ് പെർ റഷ്യൻ കലണ്ടർ. അപ്പോൾ റഷ്യൻ കലണ്ടർ പ്രകാരം ഈ ഒരു വിപ്ലവം നടന്നത് ഒക്ടോബർ മാസത്തിലായതുകൊണ്ടാണ് ഇതിനെ എന്ത് പറയുക? ഒക്ടോബർ റവല്യൂഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി റിസൾട്ട്സ് ഓഫ് റഷ്യൻ റവല്യൂഷൻ. എന്താണ് റഷ്യൻ റവല്യൂഷൻ്റെ ഫലങ്ങൾ നോക്കാലോ. റഷ്യ വിത്ഡ്രൂ ഫ്രം ദ ഫസ്റ്റ് വേൾഡ് വാർ. ഒന്നാം ലോകമഹായുദ്ധത്തിൽ നിന്നും റഷ്യ പിന്മാറി. സീസ്ഡ് ഔട്ട് ദ ലാൻഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദ പെസൻസ്. ഭൂമി പിടിച്ചെടുത്ത് കർഷകർക്ക് വിതരണം ചെയ്തു. ഗിവ് ഇമ്പോർട്ടൻസ് ടു ദ പബ്ലിക് സെക്ടർ. പൊതു ഉടമസ്ഥതയ്ക്ക് പ്രാധാന്യം കൊടുത്തു. ഇൻട്രൊഡ്യൂസ്ഡ് സെൻട്രലൈസ്ഡ് പ്ലാനിംഗ്. കേന്ദ്രീകൃതമായുള്ള ആസൂത്രണം നടപ്പിലാക്കി. അച്ചീവ്ഡ് ഡെവലപ്സ് ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ്, ടെക്നോളജി ആൻഡ് എക്കണോമി. റഷ്യ സാമ്പത്തിക ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ പുരോഗതി കൈവരിച്ചു. ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ഇൻ ടു ഫോഴ്സ് 1924. 1924 പുതിയ ഭരണഘടന നിലവിൽ വന്നു. യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് വാസ് ഫോംഡ് ബൈ ദ കൺസോളിഡേറ്റിംഗ് ഡിഫറെൻറ്റ് സോവിയറ്റ് റിപ്പബ്ലിക്സ്. സോവിയറ്റ് റിപ്പബ്ലിക്കുകൾ കൂട്ടിച്ചേർത്ത് സോവിയറ്റ് യൂണിയൻ രൂപീകരിക്കപ്പെട്ടു. സ്പ്രെഡ് ദ സോഷ്യലിസ്റ്റ് ഐഡിയാസ് ഓൾ ഓവർ ദ വേൾഡ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സോവിയറ്റ് സോഷ്യലിസ്റ്റ് ആശയങ്ങൾ പ്രചരിപ്പിച്ചു. വേൾഡ് ഇൻ ദ 20th സെഞ്ച്വറി എന്ന് പറയുന്നത് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററാണ്. അതിൽ ഫസ്റ്റ് ഏത് വരും? ഫസ്റ്റ് വേൾഡ് വാർ. ഫസ്റ്റ് വേൾഡ് വാറിൽ എന്താണ് അതിൻ്റെ കാരണങ്ങൾ നോക്കാം. ഡിസ്പ്യൂട്ട്സ് ബിറ്റ്വീൻ ദ ഇമ്പീരിയലിസ്റ്റ് പവേഴ്സ്, കോമ്പറ്റീഷൻ ബിറ്റ്വീൻ യൂറോപ്യൻ കൺട്രീസ് ഫോർ കോളനൈസ്. അതായത് സാമ്രാജ്യത്വ ശക്തികൾ തമ്മിലുള്ള തർക്കങ്ങളാണ് പ്രധാനപ്പെട്ട കാരണം. കോളനികൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഈ തർക്കങ്ങൾ നടന്നത്. യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിൽ നിരന്തരം തർക്കങ്ങൾ നടന്നു. ഫോർമേഷൻ ഓഫ് മിലിറ്ററി അലയൻസസ്. അവർ സൈനിക സഖ്യങ്ങൾ രൂപീകരിച്ചു. ഫോർമേഷൻ ഓഫ് അഗ്രസീവ് നാഷണലിസ്റ്റ് മൂവ്മെൻറ്റ്സ്, അതായത് തീവ്ര ദേശീയവാദ പ്രസ്ഥാനങ്ങൾ രൂപം കൊണ്ടു. ദെൻ ഇമ്പീരിയലിസ്റ്റ് ക്രൈസിസ്. സാമ്രാജ്യത്വ രാഷ്ട്രങ്ങളുടെ പ്രതിസന്ധികൾ ഒരു പ്രധാന കാരണമായി മാറി. ദ അസാസിനേഷൻ ഓഫ് ഫ്രാൻസിസ് ഫെർഡിനാൻഡ്, ദ ഹെയർ ടു ദ ത്രോൺ ഓഫ് ഓസ്ട്രിയ. ഓസ്ട്രിയൻ കിരീടാവകാശിയായിട്ടുള്ള ഫ്രാൻസിസ് ഫെർഡിനാൻഡിനെ കൊല്ലപ്പെട്ടതോടുകൂടിയാണ് എന്ത് ചെയ്തത്? ഈ ഒരു ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചത്. ഫോർമേഷൻ ഓഫ് മിലിറ്ററി അലയൻസസ്. മിലിറ്ററി അലയൻസസ് ഒക്കെ ഏതൊക്കെയാണ്? നമുക്കറിയാം, ട്രിപ്പിൾ അലയൻസും ട്രിപ്പിൾ എൻറ്റിറ്റിയും ഉണ്ട്. ട്രിപ്പിൾ അലയൻസസിൽ ആരൊക്കെയുണ്ട്? ജർമ്മനി, ഇറ്റലി, ഓസ്ട്രിയ, ഹംഗറി. ട്രിപ്പിൾ അലയൻസിൽ ജർമ്മനി, ഇറ്റലി, ഓസ്ട്രിയ, ഹംഗറി. ഇത് മാറിപ്പോകണ്ട, ഇത് ചോദിക്കാറുണ്ട്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനിലൊക്കെ ചോദിക്കാറുണ്ട്. അതിൽ പെടാത്തത് ഏത്, ഇതിൽ പെടുന്നത് ഏത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ട്രിപ്പിൾ അലയൻസ് ജർമ്മനി, ഇറ്റലി, ഓസ്ട്രിയ, ഹംഗറി. ട്രിപ്പിൾ എൻറ്റിറ്റി ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ. ഫോർമേഷൻ ഓഫ് അഗ്രസീവ് നാഷണാലിസം എന്ന് പറയുമ്പോഴോ അതിൽ വരുന്നതാണ് പാൻസ്ലാവ്, പാൻ ജർമ്മൻ ആൻഡ് റിവെഞ്ച് മൂവ്മെൻറ്റ് അല്ലേ. അതായത് പാൻസ്ലാവ് മൂവ്മെൻറ്റും പാൻ ജർമ്മൻ മൂവ്മെൻറ്റും അതുപോലെ തന്നെ റിവെഞ്ച് പ്രതികാര പ്രസ്ഥാനം, ഇതൊക്കെ തന്നെ തീവ്ര ദേശീയ പ്രസ്ഥാനങ്ങളാണ്. ഇനി ഇമ്പീരിയലിസ്റ്റ് ക്രൈസിസ്. ദ ക്രൈസിസ് were the result of Serbia with the Russian assistance and Austria with Germany's support to dominate the Balkans. Imperialist crisis are Moroccan crisis and Balkan crisis. ഈ മൊറോക്കൻ ക്രൈസിസും അതുപോലെ തന്നെ ബാൾക്കൻ ക്രൈസിസും ഒക്കെ തന്നെ ഇതിലേക്ക് എത്തിക്കുന്നുണ്ട്? സാമ്രാജ്യത്വ രാഷ്ട്രങ്ങളുടെ പ്രതിസന്ധികളാണ് അല്ലേ. ബാൾക്കൻ പ്രദേശത്ത് ആധിപത്യം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് റഷ്യൻ സഹായത്തോടെ സെർബിയയും അതുപോലെ ജർമ്മനിയുടെ പിന്തുണയോടുകൂടി ആസ്ട്രിയയും ശ്രമിച്ചു. അപ്പോൾ ഇവർക്കിടയിലുണ്ടായിട്ടുള്ള ഒരു പ്രതിസന്ധി, അതിനാണ് എന്ത് പറയുക? ബാൾക്കൻ പ്രതിസന്ധി എന്ന പേരിൽ
അറിയപ്പെടുന്നത്. ഇനി ദ അസാസിനേഷൻ ഓഫ് ഫ്രാൻസിസ് ഫെർഡിനാൻഡ് ദ ഹെയർ ടു ദ ത്രോൺ ഓഫ് ഓസ്ട്രിയ. ഇതാണ് ഒന്നാം ലോക മഹായുദ്ധം സ്റ്റാർട്ട് ചെയ്തതിനുള്ള കാരണം. അതായത് സെർബിയൻ യൂത്ത് ഗവേരിയോ പ്രിൻസപ്പ് അസാസിനേറ്റഡ് ഫ്രാൻസിസ് ഫെർഡിനാൻഡ് ദ heir to throne of Austria as the Bosnian capital Sarajevo in July 1914. 1914 ജൂലൈയിൽ എന്ത് ചെയ്തു? അതായത് ബോസ്നിയൻ തലസ്ഥാനമായുള്ള സരയാവോയിൽ വെച്ചിട്ട് ആരെ വധിച്ചു? സെർബിയക്കാരനായ ഗാവ്ലോ പ്രിൻസപ്പ് ആരെ വധിച്ചു? നമ്മുടെ ഓസ്ട്രിയയുടെ കിരീടാവകാശിയായ ഫ്രാൻസിസ് ഫെർഡിനാൻഡിനെ വധിച്ചു. ഓസ്ട്രിയ ഹെൽഡ് സെർബിയ റെസ്പോൺസിബിൾ ഫോർ it and declared war on Serbia 28 July 1914. അപ്പോൾ ഓസ്ട്രിയ പറഞ്ഞു എന്താണ് സെർബിയയാണ് ഇതിന് ഉത്തരവാദിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. ദ അലൈഡ് നാഷൻസ് റഷ് ടു ഹെൽപ്പ് ദെയർ അലൈസ്. അപ്പോൾ സെർബിയയുടെ പക്ഷത്ത് ആരുണ്ട്? സെർബിയയുടെ ഭാഗത്ത് ആരാണുള്ളത്? നമ്മുടെ റഷ്യ ഉണ്ട്. അങ്ങനെ ഇവർ അലൈഡ് സഖ്യങ്ങളാണല്ലോ. അപ്പോൾ റഷ്യയുടെ ഭാഗത്തുള്ളവർ അല്ലെങ്കിൽ സെർബിയയുടെ ഭാഗത്തുള്ളവർ അവരുടെ ഭാഗത്ത് ചേർന്നു, ഓപ്പോസിറ്റ് സൈഡിലുള്ളവർ ഓസ്ട്രിയയുടെ ഭാഗത്തുള്ളവർ അവരുടെ കൂടെ ചേർന്നു. അങ്ങനെ എന്ത് ചെയ്തു? യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. ഓൾമോസ്റ്റ് ഓൾ ദ നാഷൻസ് ഓഫ് ദ വേൾഡ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഇൻവോൾവ്ഡ്. അതായത് ലോകത്തിലെ ഏകദേശം എല്ലാ രാഷ്ട്രങ്ങളും തന്നെ പ്രത്യക്ഷമായോ പരോക്ഷമായിട്ടോ ഈ യുദ്ധത്തിൽ പങ്കുകൊണ്ടു. Therefore this war known as ഫസ്റ്റ് വേൾഡ് വാർ. അതുകൊണ്ടാണ് ഈ യുദ്ധത്തെ എന്ത് പറഞ്ഞത്? ഒന്നാം ലോക മഹായുദ്ധം എന്ന് പറഞ്ഞത്. ദിസ് വാർ എൻഡഡ് ഇൻ 1918. 1918 ഈ വാർ അവസാനിച്ചത്. ഇനി നമുക്ക് ഇതിന് ശേഷം വന്നവരാണ് മുസോളിനിയും ഫാസിസവും അല്ലേ. അതായത് ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ശേഷം ഉണ്ടായ ട്രീറ്റി പ്രകാരം എന്താണ് മുസോളിനിക്ക്, അതായത് നമ്മുടെ ഇറ്റലിക്കും ജർമ്മനിക്കും അവരെ ആശിച്ച പോലെ ഒന്നും കിട്ടാതെ വന്നപ്പോൾ അതിൽ നിന്നുണ്ടായുള്ള അമർഷത്തിൻ്റെ ഭാഗമായിട്ട് രൂപം കൊണ്ടതാണ് ഈ രണ്ടാം ലോക മഹായുദ്ധം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് എത്തിക്കുന്നതിന് മുമ്പ് നമുക്ക് ആരാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പ്രധാന ശക്തികൾ എന്ന് നോക്കാം. അപ്പോഴാണ് നമുക്ക് ആരെക്കുറിച്ച് പറയാനുള്ളത്? മുസോളിനിയെക്കുറിച്ചും ഫാസിസത്തെക്കുറിച്ചും പറയാനുള്ളത്. വാർ ഈസ് ടു മാൻ വാട്ട് മെറ്റേണിറ്റി ഈസ് ടു വുമൺ ഹൂസ് വേർഡ്സ് ആർ ദീസ്. മുസോളിനി പറഞ്ഞ വാക്കാണ്. അതായത് യുദ്ധം പുരുഷന് അനുയോജ്യമാണ് ഏതുപോലെ സ്ത്രീക്ക് മെറ്റേണിറ്റി അതുപോലെ പ്രധാനപ്പെട്ടതാണ് യുദ്ധം ഒരു പുരുഷൻ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യത്തെ എടുത്ത് പറയുകയാണ്. വാട്ട് ആർ ദ circumstances under which ഫാസിസ്റ്റ് പാർട്ടി കം ടു പവർ ഇൻ ഇറ്റലി. എന്താണ് ഇറ്റലിയിൽ ഇങ്ങനൊരു പാർട്ടി വളരാനുണ്ടായ സാഹചര്യം? ഇറ്റലി ഗോട്ട് നത്തിങ് ദോ ഷി വാസ് വിത്ത് ദ വിക്ടേഴ്സ് ഇൻ ഫസ്റ്റ് വേൾഡ് വാർ. അതായത് ജനിച്ചവരുടെ പക്ഷത്താണ് ആരുണ്ടായിരുന്നത്? ഇറ്റലി ഉണ്ടായിരുന്നെങ്കിലും അവർക്ക് ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഒന്നും കിട്ടിയില്ല. പോസ്റ്റ് വാർ ഡിസ്ട്രക്ഷൻ ഓഫ് ഇൻഡസ്ട്രീസ്, അൺഎംപ്ലോയ്ഡ്, ഇൻക്രീസ് ഇൻ ടാക്സ്, ഇൻഫ്ലേഷൻ etc. kept people away from the government. യുദ്ധകാലത്തെ വ്യവസായങ്ങളുടെ തകർച്ച, തൊഴിലില്ലായ്മ, നികുതി വർധനവ്, പണപ്പെരുപ്പം ഇതൊക്കെ ജനങ്ങളെ ഏതിൽ നിന്ന് അകറ്റിയിട്ടുണ്ട്? ഗവൺമെൻറ്റിൽ നിന്ന് അകറ്റിയിട്ടുണ്ട്. ഇൻഡസ്ട്രിയലിസ്റ്റ് ഇൻ ഫിയർ ഓഫ് ഇറ്റലി മൂവിങ് ടു സോഷ്യലിസം പ്രോംപ്റ്റഡ് ടു സപ്പോർട്ട് ഫാസിസം. എന്ത് ചെയ്തു? രാജ്യം സോഷ്യലിസ്റ്റ് വിപ്ലവത്തിലേക്ക് പോകുമോ എന്നുള്ളൊരു ഭയം ഫാസിസത്തെ പിന്തുണയ്ക്കാൻ അവിടെയുള്ള സമ്പന്നരായ ജനങ്ങളെ പ്രേരിപ്പിച്ചു. വാട്ട് വർ ദ ഫീച്ചേഴ്സ് ഓഫ് മുസോളിനീസ് റൂൾ ഓൺ ഇറ്റലി. ഇറ്റലിയിൽ മുസോളിനിയുടെ റൂളിൻ്റെ പ്രത്യേകത എന്താണ്? ഡിക്റ്ററ്റോറിയൽ മെഷേഴ്സ് വർ ടേക്കൺ ഇൻ ദ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് സെക്ടേഴ്സ്. രാഷ്ട്രീയ സാമ്പത്തിക മേഖലകളിൽ സ്വച്ഛാധിപത്യപരമായ നടപടികളാണ് ആര് കൈക്കൊണ്ടത്? മുസോളിനിയുടെ ഫാസിസം കൈക്കൊണ്ടത്. വയലൻസ് ആൻഡ് ഫെറോസിറ്റി വർ ദ സ്ട്രാറ്റജീസ് ഓഫ് ഫാസിസ്റ്റ്. അക്രമവും ഹിംസയുമായിരുന്നു അവരുടെ തന്ത്രം എന്ന് പറഞ്ഞാൽ. സോഷ്യലിസ്റ്റ് ആൻഡ് ലീഡേഴ്സ് ഓഫ് പെസൻസ് ആൻഡ് വർക്കേഴ്സ് വർ പ്രൊക്ലൈംഡ് ആസ് എനിമീസ് ഓഫ് നാഷൻ. അവരെ എന്താണ് പറഞ്ഞത്? ശത്രുക്കളായിട്ട് പ്രഖ്യാപിച്ചു. ദോസ് ഹു ഒപ്പോസ് ദ ഫാസിസ്റ്റ് പാർട്ടി വർ എക്സിക്യൂട്ടഡ്. അതായത് ഫാസിസ്റ്റ് പാർട്ടിയെ എതിർത്തവരെ എന്ത് ചെയ്തു? എക്സിക്യൂട്ട് ചെയ്തു. ദ എയിം ഓഫ് മുസോളിനി വാസ് ടു റിസ്റ്റോർ ആൻഷ്യൻ റോമൻ എംപയർ. പ്രാചീന റോമ സാമ്രാജ്യം പുനഃസ്ഥാപിക്കുക എന്നതായിരുന്നു മുസോളിനിയുടെ ലക്ഷ്യം. ഹി അഡോപ്റ്റഡ് സെവറൽ സിംബൽസ് ഓഫ് ആൻഷ്യൻ റോമൻ അഡ്മിനിസ്ട്രേഷൻ. ആൻഷ്യൻ റോമൻ അഡ്മിനിസ്ട്രേഷൻ്റെ പല സിംബൽസും അദ്ദേഹം എന്ത് ചെയ്തു? സ്വീകരിച്ചു. ദെൻ യൂസിങ് ദ മിലിറ്ററി ഫോഴ്സ്, ബ്ലാക്ക് ഷേർട്സ്,
മുസോളിനി സപ്രസ് ദ opponents through ഫാസിസ്റ്റ് പോളിസീസ്. അതായത് ഫാസിസ്റ്റ് പോളിസിയെ എതിർക്കുന്നവരൊക്കെ അദ്ദേഹം എന്ത് ചെയ്തു? സപ്രസ് ചെയ്തു. ബ്ലാക്ക് സ്മിത്ത് എന്ന അദ്ദേഹത്തിൻ്റെ മിലിറ്ററി ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട്. ഹിസ് അഗ്രസീവ് ഫോറിൻ പോളിസി ലെഡ് ഹിം ടു കോൺകർ നാഷൻസ് ലൈക്ക് എത്യോപ്യ, അൽബേനിയ എക്സെട്ര. ഇറ്റ്ലീസ് റൺ ഫോർ ഡിക്റ്റേറ്റർഷിപ്പ് പേവ്ഡ് ദ വേ ഫോർ ദ ഔട്ട്ബ്രേക്ക് ഓഫ് അനദർ വാർ. അപ്പോൾ എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ ഈ ഒരു ആക്രമണോത്സുകമായിട്ടുള്ള വിദേശ നയങ്ങൾ എത്യോപ്യ, അൽബേനിയ തുടങ്ങിയ രാജ്യങ്ങളെ ആക്രമിക്കുന്നതിന് അദ്ദേഹത്തിനെ പ്രേരിപ്പിച്ചു. ദ ട്രീറ്റി ഓഫ് വെർസൈൽസ് imposed by victorious allies on Germany after the First World War, economic destruction and inflation, then failure of German government and resultant political uncertainty. Hitler's oratory skills and organizational abilities easily succeeded in gaining popular support. He dismissed the government and captured power. അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ പരാജയം, അതായത് ഒരു ഗവൺമെൻറ് ഇല്ലാത്ത അവസ്ഥയിൽ വ്യക്തമായ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള, അതുപോലെ തന്നെ നല്ല ഓർഗനൈസേഷൻ സ്കില്ലുള്ള ഹിറ്റ്ലറെ പോലുള്ള ഒരാൾ രംഗത്ത് വന്നപ്പോൾ അവർക്ക് പൂർണ്ണ പിന്തുണ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് കിട്ടുകയാണ് ചെയ്തത്. ഇനി നമുക്ക് ഹിറ്റ്ലർ ആൻഡ് നാസിസം എന്ന ഭാഗം നോക്കാം. നമുക്ക് നെക്സ്റ്റ് വീഡിയോ നോക്കാം. ഓക്കെ, താങ്ക് യു.